നമസ്കാരം. നമ്മളറിയാം ഇന്നലെ മുതൽ ഒരു വീഡിയോ കിടന്ന് കളിക്കുന്നുണ്ട്, ടിനി ടോമിന്റെ ഒരു വീഡിയോ. എന്തായാലും തൃശ്ശൂർ ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തൃശ്ശൂർ ബന്ധപ്പെട്ട ഒരാളുണ്ട്, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞേനെ എനിക്ക് വേണം. ടിനി ടോമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ടിനി എവിടെ പോയാലും മിമിക്രി അവതരിപ്പിക്കണമെന്ന് പ്രേക്ഷകർ ആവശ്യപ്പെട്ടാൽ ടിനി മിമിക്രി അവതരിപ്പിക്കും. നിങ്ങൾ അതെനിക്ക് തരണം അങ്ങനെ പറഞ്ഞിട്ട് അത് പിന്ന് കാലത്തെ മുതലെടുത്തോട്ട് വെച്ചിട്ട് നിങ്ങളൊക്കെ ആരാ. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ സുരേഷ് ഗോപിയുടെ സൗണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അത് കൃത്യമായി തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹം ഫുൾ വീഡിയോ ഇടുകയും ചെയ്തു. മാധ്യമോ എനിക്ക് ജനങ്ങളോടെ പറയാനുള്ളൂ, നിങ്ങളോടൊന്നുമില്ല. ഈ പള്ളിയിലൊക്കെ കുരിശൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ആരണത്. നിങ്ങൾ അതിര് കിടക്കുന്നു. എന്നാലും ടിനിനെ ഏറിൽ കയറ്റിയിരിക്കുകയാണ്. പക്ഷെ ടിനി ഏറിൽ നിന്ന് ഇറങ്ങി എന്നുള്ള ഒരു സംശയമില്ല. അതിന് തന്നെയാണ് ഞാൻ ടിനി നമസ്കാരം. ഈ പറഞ്ഞ പോലെ ടിനി എപ്പോഴും ഏറിലാണ്. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. എനിക്കറിയാം നിങ്ങളും സുരേഷ് ഗോപി ചേട്ടനായിട്ടുള്ള ഏറ്റവും ആത്മബന്ധമുള്ള ആളാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന. അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. എന്താണ് അവിടെ സംഭവിച്ചത്? മിഖായൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വരുന്നത്. 5 സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. ശിവാജി ഗുരുവായൂരുണ്ട്, അവിടെയുള്ള എല്ലാ പാർട്ടിയുടെ ആൾക്കാരും ഉണ്ട്. സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനമായിരുന്നു. ഞാൻ സ്വർണ്ണക്കടയുടെ ആയിരുന്നു. പക്ഷെ എനിക്ക് വളരെയധികം സങ്കടകരമായ കാര്യങ്ങളായി മാറി. അപ്പൊ നമ്മൾ സ്റ്റേജിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ചെല്ലുമ്പോൾ അറിയാലോ, ഞാൻ കണ്ട വീഡിയോയില് 2 വീഡിയോയില് അതായത് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊട്ടന്മാര്. അപ്പൊ ഞാൻ ചെയ്യുന്ന സ്റ്റാർസ് എന്നൊക്കെ പറയുമ്പോൾ മമ്മൂക്കയും സുരേഷ് ചേട്ടനൊക്കെയാണ്. അപ്പൊ ചെയ്തത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അന്ന് സ്പോണ്ടേനിയസ് ആയിട്ട്, അതായത് അന്ന് കാലത്ത് നടന്നൊരു സംഭവം, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, സുരേഷ് ചേട്ടൻ ചെയ്തൊരു സംഭവമായിട്ടാണ്. എന്തായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. രാജുട്ട എഴുതി വാങ്ങിയിടെ ഇവന്റെ സാവര ജംഗമോ അല്ലേ. അപ്പൊ ഞാൻ തൃശ്ശൂർ എനിക്ക് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, മിഖായിൽ എനിക്ക് വേണം. ആ സ്ഥാപനത്തിനാണ് പറഞ്ഞത്. മിഖായിൽ എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. അലീനെ പോലുള്ള ആൾക്കാർ എന്നെ പോലെ ആക്കിയല്ലേ. അല്ല, ഓൺലൈൻ ഞങ്ങളെല്ലാരും ഓൺലൈൻ അന്ന് മെയിൻ മാധ്യമങ്ങളെല്ലാം പോയി ബൈറ്റ് വെച്ചപ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞു. അതുപോലെ തന്നെ എന്റെ അടുത്ത് സംഭവിച്ചു. അപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ ആ സമയത്ത് ഇങ്ങനെ വന്ന കണ്ടപ്പോ ഞാൻ പക്ഷെ ഇന്ന് വീഡിയോയിൽ കണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. പുതുമ വേണമല്ലോ. പുതുമ വേണം. ഈ മുട്ടങ്ങനെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പൊ മതിയുടെ എനിക്ക് ഈ കാല്. അപ്പൊ അത് കറക്റ്റ് സ്പോണ്ടേനിയസ് ആയിട്ടോ, അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ ആരാ? എനിക്ക് മാധ്യമങ്ങളോടല്ല ജനങ്ങളോടാണ് കടപ്പാട്. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത്. ഒരബദ്ധം ആർക്കും പറ്റും. ഇത് തൃശ്ശൂർക്കാരോട് വോട്ട് ഇങ്ങനെ ചോദിച്ചിട്ട് തൃശ്ശൂർക്കാരെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വളച്ച് കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സാറിന്റെ ആത്മാർത്ഥ സംശയിച്ച സ്ഥിതിക്ക് ഞാൻ കുടിക്കണതിൽ കാര്യമില്ലല്ലോ, ഞാൻ പോട്ടെ. സുരേഷ് ചേട്ടൻ്റെ തന്നെയാണ് ഞാൻ ആദ്യം വീഡിയോ അയച്ചു കൊടുക്കുന്നത്. ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുന്നു. സുരേഷ് ചേട്ടന് മനസ്സിലായിട്ട് വീഡിയോ അയച്ചു കൊടുത്തു. അപ്പൊ പുള്ളി വേറൊന്നും പറഞ്ഞില്ല, കുഴപ്പമില്ലടാ ഞാൻ നിന്നെ തിരിച്ചനുകരിച്ചോളാന്ന് പറഞ്ഞു. ആവശ്യമില്ല ഷൈൻ ചെയ്ത് കേട്ടോ. കാരണം സുരേഷ് ചേട്ടനുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാര ബന്ധമല്ല. അത് രാഷ്ട്രീയമായിട്ട് ഞാൻ പിന്തുടരുന്നതല്ല. അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ്. ഇപ്പൊ അലിയുടെ തന്നെ ചോദിക്കാം, അദ്ദേഹം ഇപ്പൊ രാഷ്ട്രീയമായിട്ട് തഴക്കവും വഴക്കമുള്ള ഒരാളല്ല. പെട്ടെന്ന് ശുഭിതനാവും, പെട്ടെന്ന് ഇമോഷൻസ്, സാധാരണ ഒരു മനുഷ്യന്റെ ഇമോഷനാണ്. അത് എനിക്ക് കൂടെ നടക്കുന്നുണ്ട് അറിയാം. പക്ഷെ അത് അപ്പൊ തന്നെ മറന്നു പോകും. ഒരാളെ ദ്രോഹിക്കരുത് എന്നുള്ള പുള്ളിയുടെ മനസ്സിലുണ്ട്. പക്ഷേ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അടിക്കാൻ വേണ്ടി എല്ലാത്തിനും നല്ല മിടുക്കാണ്. അദ്ദേഹത്തിന്റെ ഇമോഷൻസ് വിടും. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അല്ലെങ്കിൽ MP ആയതിനു ശേഷം തൃശ്ശൂർ എന്തൊക്കെ നടന്നിട്ടുണ്ട് അലി എന്ന് പറയും. മനുഷ്യനാണ് കുറച്ചൊക്കെ വിവരം വേണം. ഇതിപ്പോ മറ്റുള്ളവരെ കൂടെ നാണം കെടുത്താനായിട്ട് നല്ല വികസനം നടത്തിയ ഒരു വ്യക്തി തന്നെയാണ്. അല്ല, തൃശ്ശൂർ മന്ത്രിയാകുന്നതും പിന്നെ അദ്ദേഹം കയ്യിലുള്ള പൈസകൾ എത്ര പേർക്കാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്, അതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇയാള് പോയില്ലേ, ഇടി വരവ് വെച്ചു. ഈ പറഞ്ഞ പോലെ അദ്ദേഹം പുതിയൊരു രാഷ്ട്രീയ പ്രവർത്തനാണ്. അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സിനിമയാണ് പുള്ളിയുടെ മനസ്സിൽ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡയലോഗ് തന്നെയെന്ന് എനിക്ക് തോന്നിയേക്കണം. എനിക്ക് പേഴ്സണൽ തോന്നി അങ്ങനെയാണ്. ഞാൻ ഈ വിശദീകരണത്തിന് വന്നിട്ട് ഭയന്നിട്ടൊന്നുമല്ല. തടി കേടാവും. എനിക്ക് പറയണമല്ലോ, നിങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പറയാനുള്ളവരൊക്കെ പറഞ്ഞല്ലോ.
എനിക്കെൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഒരു ഇടം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അയാളെല്ലാം പറഞ്ഞു. കാരണം സുരേഷ് ഏട്ടൻ ഒരാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് എൻ്റെ അടുത്ത് പറഞ്ഞ് തിരുവനന്തപുരത്ത് മാത്രം നീ വന്നാൽ മതിയെന്ന്. അതൊരു ഏൽപ്പിക്കലാണത്. അവിടെ ആദ്യം മുതൽ അവസാനം വരെ ഞാനാ നിൽക്കുന്ന മകളുടെ കല്യാണത്തിന് ആളെ പിടിച്ചിട്ട്. അത് ക്യാമറയുടെ മുമ്പിൽ വരാനൊന്നുമല്ല, അത് നമ്മുടെ ഒരു കടമയാണ്. ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തത്. ഇലക്ഷൻ എന്നപ്പോഴും ഞാൻ വീഡിയോ ഇട്ടത് ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ്. എനിക്ക് BJP-യുടെ നേതാക്കളുമായിട്ടും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളായിട്ടും കോൺഗ്രസിന്റെ നേതാക്കളായിട്ടൊക്കെ പരിചയം. കാരണം അവരുടെ രാഷ്ട്രീയ പരിപാടി പങ്കെടുക്കുന്നതല്ല, അവർ വിളിക്കുന്ന പല പരിപാടികൾക്കും. ഞാനൊരു സംഭവം തന്നെ അല്ലയോ. ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തൊന്നും ചെയ്തിട്ടില്ല ഫോണിൽ. എന്റെ ഫോൺ നമ്പർ എല്ലാവരും ഉണ്ട്. പക്ഷെ ഒരാൾ പോലും കമന്റ്സിൽ കുറെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അത് പിന്നെ അതൊരു തൊഴിലാണ്. ഈ കാക്കമധുവിനെ കുറിച്ച് നാട്ടിലൊക്കെ ചോദിച്ചാൽ അറിയാം. ഒരിക്കലും സുരേഷ് ഏട്ടനെ ഞാൻ തള്ളിപ്പറയില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, കോമഡിയുടെ രീതിയിൽ അവതരിപ്പിച്ചാണ്. എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും വിവരമൊക്കെ നിനക്ക് വച്ചു അല്ലേ? അതും മാധ്യമങ്ങളോട് പറയുന്ന രീതിയിലാണ്, തൃശ്ശൂർക്കാരോട് പറയുന്ന രീതിയിലല്ല. എന്തായാലും വോട്ട് ചെയ്തത് സാധാരണ ജനങ്ങൾ തന്നെയുള്ളൂ. ഇവിടെ മുതലാളി ഒരു തീർപ്പ് കൽപ്പിക്കും, അതൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ മതി. കൽപ്പിക്കും മുതലാളി. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്ടം കൊണ്ടാണല്ലോ ചെയ്തത്. അദ്ദേഹം കുറച്ച് കാലയളവിൽ തന്നെ അതിനുള്ള പ്രത്യുപകാരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എനിക്കറിയാം പുള്ളി ഇത് കേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നൊന്നും കാശെടുക്കാതെ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇതുപോലെ നമ്മൾ ഷൂട്ടിങ്ങിന് കിട്ടുന്ന കാശ് അത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നതാണ്, നിസ്സാരമൊന്നുമല്ല. നമ്മൾ ആയുസുകൾ കാര്യവും സുഖമൊക്കെ തന്നെയാണെങ്കിലും ഇപ്പൊ വെയിലത്ത് നിൽക്കുമ്പോൾ അറിയാലോ. ഒരു നടന്റെ അവസ്ഥ അതാണ്, 6 മണി തന്നെയാണ്. കാരണം കാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ചൂടത്ത് നിൽക്കാണ്ട് പറ്റില്ല. കാരണം നമ്മുടെ ഇവിടെ ഫാനൊന്നും വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, പോലീസ് സ്റ്റേഷനാണെങ്കിൽ. അപ്പൊ അത്രയും ആയുസ് കളഞ്ഞ് പണിയെടുത്ത കാശ് കൊടുത്തിട്ട് ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് ഭയങ്കര വേദന തോന്നി. സുരേഷ് ഏട്ടനെ ട്രോൾ ചെയ്യുന്നു, ഒരു മിമിക്രി അവതരിപ്പിച്ചതിന്റെ അവസ്ഥയാണ്. ഈ നിമിഷം മുതൽ സാറ് ചരിത്ര പുരുഷനാകാൻ പോവല്ലേ? അങ്ങനെയാണ് ഇതിനു മുമ്പ് എത്രയോ ആർട്ടിസ്റ്റുകളെ മിമിക്രി ചെയ്തിട്ടുണ്ട്. എത്ര സ്റ്റേജിലിരിക്കും ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സാറിന് ഉൾപ്പെടെ ഉള്ള ഒരു നിങ്ങൾ കണക്ട് ചെയ്ത് പറയുന്നതാണ്, അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതായിട്ട് പറഞ്ഞതല്ല. പറഞ്ഞു വന്ന ഫ്ലോ അങ്ങോട്ട് പോയി, കുഴപ്പമില്ല. നെക്സ്റ്റ് വരുമ്പോ പെൻ ഡ്രൈവ് ആയി കൊടുക്കാല്ലേ. അപ്പൊ ട്രോളി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരാളെ ട്രോളേണ്ട ആവശ്യം എനിക്കില്ല. അപ്പൊ അവർക്ക് ആഗ്രഹം ഇതൊക്കെ കാണാനാണ്, ഈ എന്റർടൈൻമെന്റ് ആയിട്ട്. അല്ലാണ്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് സുരേഷ് ഏട്ടൻ ഇങ്ങനെ പറഞ്ഞു അത് ശരി അങ്ങനെയുള്ള മറ്റേ അന്തിച്ചർച്ചയിലല്ല ഞാൻ പങ്കെടുത്തത്. ഇപ്പൊ ഞാൻ പടത്തിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് നടക്കുന്നത്. 916 കുഞ്ഞുന്റെ പടമുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചോദിക്കണത് ഒരു ഐറ്റം ചെയ്യും, ഒരു ഇത് ചെയ്യുന്ന ഇപ്പൊ പറയണത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ടിനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്ത് ചെയ്താൽ ഏറിലാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്താൽ ഏറലല്ലേ വൈറലാണ്. ഇതിപ്പോ ഏറിന്ന് ഇറങ്ങിയില്ലേ. ഇതൊക്കെ വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞിട്ടില്ല. കുറെ കഴിയുമ്പോ എല്ലാരെയും പോലെ അവരും മരിക്കും, എന്നിട്ട് കുഴിച്ചിടും. എന്താ